ഹിമാലയത്തിലെ മടിത്തട്ടിൽ ശാന്തവും പവിത്രവുമായ ഒരു നദി ഒഴുകിയിരുന്നു. ദേവന്മാർ പോലും സ്നാനം ചെയ്യാനെത്തുന്ന അത്രയും ശുദ്ധമായിരുന്നു നദിയിലെ ജലം. നദിക്കരയിൽ ഒരു ചെറിയ ആമ ഉണ്ടായിരുന്നു. നദിക്കരയിലെ ശിവലിംഗത്തിൽ ആമ എന്നും പ്രാർത്ഥിച്ചു പോന്നിരുന്നു. മഹാദേവൻ ആമയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിൽ ആകൃഷ്ടനായി ആമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവനെ കണ്ട് ആമ ഭയവും സന്തോഷവും കൊണ്ട് കൈകൂപ്പി നിന്നു. മഹാദേവൻ പറഞ്ഞു, "നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്?" മഹാദേവനോട് ആമ പറഞ്ഞു, "ഭഗവാനെ, ഈ നദിക്കരയിൽ ഒരു കൂറ്റൻ സർപ്പം വസിക്കുന്നു. അഹങ്കാരിയായ അവൻ മീനുകളെയും തവളകളെയും മറ്റു ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഭയത്തിലാണ് കഴിയുന്നത്." മഹാദേവൻ പറഞ്ഞു, "എവിടെയൊക്കെ അധർമ്മം ഉയരുന്നുവോ അവിടെ എന്റെ ശക്തി തനിയെ പ്രകടമാകും." ഇത് കേട്ടതോടെ ആമ ശാന്തനായി. അല്പസമയത്തിനു ശേഷം മാതാ പാർവതി നദിയിൽ സ്നാനം ചെയ്യാനായി എത്തി. ദേവിയുടെ കൈകളിൽ വളരെ തിളക്കമുള്ള ഒരു വള ഉണ്ടായിരുന്നു. തപസ്സിന്റെയും ത്യാഗത്തെയും ശക്തി ആ വളകളിൽ കുടികൊണ്ടിരുന്നു. ദേവിയുടെ കൈകൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒരു വള പൊട്ടി നദിയിൽ വീണു. എന്നാൽ ആമ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആമ പാർവതിയുടെ ആവളകൾ എടുത്ത് സൂക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രൂരനായ അസർപ്പം അവിടെ എത്തി. അവന്റെ നീചമായ ദൃഷ്ടി ആമയുടെ കയ്യിലിരുന്ന ആവളയിലായിരുന്നു. അഹങ്കാരമൂത്ത ആ സർപ്പം ആമയോട്, "ആ വളയുടെ ഉടമസ്ഥ ആരെന്ന്?" ചോദിച്ചു. ആമ, "അത് മാതാപാർവതിയുടെ എന്ന് പറഞ്ഞു." "എനിക്കൊരു ദേവിയെയും ഭയമില്ല" എന്ന് സർപ്പം ആമയോട് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് വന്ന പാർവതി മാത ശാന്തമായ സർപ്പത്തോട് പറഞ്ഞു, "ഇനിയും സമയമുണ്ട്, നിന്റെ അഹങ്കാരം ഉപേക്ഷിക്കുക." എന്നാൽ സർപ്പം വഴങ്ങിയില്ല. "ഞാനാണ് ഈ നദിയുടെ രാജാവ്." ഭയമില്ലാത്ത രീതിയിൽ മാതാപാർവതിയോട് സർപ്പം പറഞ്ഞു. അത് കേട്ട് പാർവതിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. തന്റെ ത്രിശൂലമുയർത്തി. ആ സമയം ഭഗവാന്റെ ദഡ്ഡമരുവിന്റെ മുഴക്കം കേട്ടതോടെ സർപ്പത്തിന്റെ കരുത്തു നശിച്ചു. ആ സമയം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, "നീ നിന്റെ ശക്തി ദുരുപയോഗം ചെയ്യുകയും ദുർബലരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനാൽ പ്രകാശമോ ശബ്ദമോ ഇല്ലാത്ത നിന്റെ കർമ്മഫലങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഇരുണ്ട ലോകത്തേക്ക് നീ പോകട്ടെ." സർപ്പം അപേക്ഷിച്ചു, "മഹാദേവ, എനിക്ക് മരണം നൽകിയാലും ഇത്തരമൊരു ശിക്ഷ നൽകരുത്." പക്ഷേ മാതാപാർവതി പറഞ്ഞു, "മരണത്തിനു മുമ്പ് പശ്ചാത്താപം അനിവാര്യമാണ്." ശേഷം സർപ്പം ഇരുളറിഞ്ഞ ലോകത്തേക്ക് അയക്കപ്പെട്ടു. നദി വീണ്ടും ശാന്തമായി ഒഴുകി. എല്ലാ ജീവികളും സന്തോഷിച്ചു. ആമ കൈകൾ കൂപ്പി പാർവതിയോടും മഹാദേവനോടും പ്രാർത്ഥിച്ചു. മഹാദേവനും മാതാപാർവതിയും ആമയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമോ? ഓം ഗൗരി ശങ്കരായ നമഃ.